ഇത് കിട്ടാനോ വല്ല മന്ത്രവാദോ വേറൊന്നുമല്ല. ഇത് പൂജാമുറി വെക്കുന്ന സാധനമാണ്. അമ്പലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തൊക്കെ ഇത് ആദ്യം വിളിച്ചിട്ട് പരിപാടി തുടങ്ങും. ശ്രദ്ധിച്ചു. അതിനുള്ള ശംഖ് വിളിച്ചിട്ടാണ് ഇപ്പോഴും എല്ലാ അമ്പലങ്ങളും ആദ്യം ഞാൻ വിളിക്കാം. ഏത് പരിപാടിക്കും ശംഖ് വിളിച്ചിട്ട് മേളവും തുടങ്ങും. അല്ലേ? അപ്പൊ ശംഖിന് എന്തിനെ പറ്റിയിട്ടൊന്ന് ചോദിക്കാൻ പറ്റി. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല ആയിക്കോട്ടെ. അതിലിപ്പോ എന്താ അവരെ ഗുരുവായൂർ അമ്പലത്തിലും പോകും. ഞാനിങ്ങനെ നിന്ന വെറുതെ നിൽക്കും. അങ്ങനെ ധർമ്മത്തിന് വന്ന് നിൽക്കാതെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലവരിങ്ങനെ പറയുന്ന സമയത്ത് താൻ ധർമ്മത്തിനല്ല വന്ന് നാട്ടിൽ പൊക്കോളെ പറയും. ചിലവരിങ്ങനെ നിൽക്കും. ഇക്കാ ജാതി ഭേദം എങ്ങനെയാ ഉണ്ടാവുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കിട്ടും, വീഡിയോ കിട്ടും. ഒന്നുമില്ല. അപ്പൊ ഈ എത്ര പുതിയായിരുന്നു. ഇപ്പൊ ഈ പൈസ ഉണ്ടാകുമ്പോഴാണ് എന്റെ പിന്നെ വന്ന് എനിക്ക് രക്ഷിക്കുന്ന സമയത്ത് സ്ത്രീകളോട് എനിക്ക് വിശപ്പുണ്ട്, എന്നൊരു ചായ വേണം, ഞാൻ വാങ്ങിച്ചിപ്പോ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം, ഞാൻ കഴിക്കാം. അപ്പൊ എനിക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ റോഡിലത്തെ വെള്ളം ഈ ഈരഴുത്ത് കൂട്ടില്ലേ, അത് ഇട്ടിട്ട് കവുന്ന് കുടിച്ചിട്ടുണ്ട്. കവുന്ന് കുടിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെ. അത് ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടാ. അതേ കൂലിപ്പണിക്ക് പോയി സ്ഥലത്ത് പോയിട്ട് വിളിക്കുന്നില്ലേ, വിളിക്കാം. 5 മിനിറ്റ് പോയതാ. അപ്പൊ മുഹൂർത്തം വെച്ചിട്ട് പട്ടുമഴ പെയ്ത് വരുന്നു. അവിടെ വെള്ളം കിട്ടില്ല, വീടുകളില്ല. അപ്പം നോക്കുമ്പോ പണി നിർത്തിയിട്ട് വന്നു. അത് ഇവിടെ കൊയിലം വന്ന് ഞങ്ങൾ വിളിച്ചത് തന്നെയാണ് മുതലാളി. അപ്പൊ അയാൾ പണിക്ക് പോയതാ. അപ്പൊ മുഹൂർത്തം വെച്ച് പൂജയും കഴിച്ച് തേങ്ങ ഉടച്ചിട്ട് അവൾക്ക് വെള്ളം താഴ്ചില്ല. 10-12 മണിയായില്ലേ, പട്ടുമഴ പെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ റോഡില് ഈ കുഴികളില്ല, അതിൽ തെളിഞ്ഞു നിൽക്കുന്നു വെള്ളം. തെളിഞ്ഞിട്ട് മുണ്ടങ്ങോട്ട് ഇട്ട് അവനങ്ങോട്ട് കുടിച്ചു. ജാതിഭേദം ഉണ്ടാവുന്നത് പണം ഇല്ലാത്തോണ്ടാണ്. പിന്നെന്താവും, ഞാൻ അത്രയും പഠിച്ചു. ഇപ്പൊ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ വരും. ശരിയാണ്. എനിക്കിപ്പോ എനിക്ക് നല്ല വിശപ്പ്, എനിക്ക് വേറെ യാതൊരു ശാസനവും ഇല്ല. നിങ്ങൾ 20 ആൾക്കാരായിക്കോട്ടെ, ഞാൻ ചോദിക്കില്ലേ എനിക്ക് ഭക്ഷണം. അപ്പൊ ഞാൻ നോക്കും. അതാണ് എന്റെ കാര്യം. ഞാൻ ഇപ്പൊ അങ്ങനെ വായിച്ച് കഴിക്കാറുണ്ട്. നമ്മള് വിഷമോട് വിഷന് യാതൊരു വിഷയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കൂടുതൽ പ്രശ്നിക്കാനും പറ്റില്ല. എനിക്ക് കൂടുതൽ പ്രശ്നിക്കാനും പറ്റില്ല. ഈ വെണ്ണപ്പലഹാരം, പൊറോട്ട, പിന്നെ ഈ മോട്ടിലൂടെ ശല്യം കാരണം അതും പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഇതുപോലെ ചെറിയായിട്ട് ഒരു ഇത് കഴിച്ചിട്ട് നമ്മളതിന് പോകും. കൂടുതൽ പ്രശ്നിക്കാൻ അറിയട്ടെ. ജയമന്തി തന്നെയാണ്.